മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു. അതിനാണ് ഫിത്ര എന്ന് പറയാ. അതിന് യോജിച്ചതാണ് അങ്ങ് തെരഞ്ഞെടുത്തത്. കള്ളും മദ്യവും പാലുമാണ് കൊണ്ടുകൊടുത്തത്. നബി തങ്ങൾ തെരഞ്ഞെടുത്തത് പാലായിരുന്നു. മനുഷ്യ ശരീരത്തിന് അള്ളാഹു ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഈ ശരീരത്തിന് യോജിച്ചത്, എന്നാൽ തിന്മ വരുത്താത്തത്, അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ളൊരു പാനീയം അങ്ങ് ഇഷ്ടപ്പെട്ടുവല്ലോ നബിയെ, അൽഹംദുലില്ലാഹ്. അങ്ങ് മദ്യമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ലഫസദത്തിൽ ഉമ്മ, ഈ സമൂഹത്തിന് ഫസാദ് സംഭവിക്കുമായിരുന്നേനെ എന്ന ആദ്യത്തെ പാഠം നമ്മുടെ ചെറുപ്പക്കാർക്ക് വിശേഷിച്ച്. കുടിക്കുന്ന പാനീയം, ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണം ഹലാലാവണം, അള്ളാഹുവിന് പുണ്യമുള്ളതാവണം എന്ന് ആദ്യത്തെ പാഠമാണ്. ആകാശ ലോകത്തേക്ക് കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാവണം എന്ന പാഠം മസ്ജിദുൽ അഖ്സായിലെ നിസ്കാരത്തിന്റെ ഉടനെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് കൊടുത്ത പാനീയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കാൻ. പാല് കുടിക്കിൻ, നിങ്ങൾ മദ്യം കുടിക്കല്ലേൻ. അള്ളാഹു തആല ഇൻടോക്സിക്കൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പാനീയങ്ങൾ ഇവിടെ കുടിക്കാൻ പാടില്ലാത്തത്. എന്നാൽ ആയിരക്കണക്കിന് പാനീയങ്ങൾ ഹലാൽ. നിങ്ങൾ ഹലാൽ സ്വീകരിക്കണം, ഹലാൽ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ത് കടക്കുന്നുവോ അതാണ് നിങ്ങളുടെ ശരീരം രൂപപ്പെടുത്തുന്നത്, അതാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നിങ്ങളുടെ ചിന്തകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം ഹലാലാവണമെന്ന് ഉറപ്പുവരുത്തി അള്ളാഹു നമുക്ക് ഹലാല് നൽകുമാറാകട്ടെ. ഹറാമായ ഒരു പാനീയമോ ഭക്ഷണമോ നമുക്ക് വേണ്ട. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിസ്കാരത്തിന്റെ സന്ദർഭം നബി തങ്ങൾ വിശദീകരിച്ചു. ഞാൻ മൂസ നബിയെ കണ്ടു അലൈഹിസ്സലാം. മൂസ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹായ ഹദീസ്. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ ആളുകൾ അവർ ഖബറിൽ ഖുർആൻ ഓതുന്ന സംഭവം ഒരുപാട് നമ്മൾ നമ്മുടെ വചനപ്പൊരുൾ പരിപാടിയിൽ നമ്മളെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കിടക്കുന്നതും ഓതുന്ന കേൾവിയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിച്ച സംഭവങ്ങൾ മഹാനായ ഇബ്നു അബി ദുന്യ അവരുടെ മനാമാത്തിലും മറ്റു സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായി. സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മൂസ നബിയുടെ ഖബർ എനിക്കറിയാം. അൻദൽ കസീബിൽ അഹ്മർ, മസ്ജിദുൽ അഖ്സായുടെ കുറച്ച് ദൂരെയാണ്. ആ ചുവന്ന കുന്നിന്റെ ചെരുവിൽ, ആ വഴിയുടെ ചെരുവിൽ മൂസ നബിയുടെ ഖബർ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ജെറുസലേമിൽ യാത്ര പോയവരുണ്ടാവും. നമ്മുടെ ചെറുക്കൾ അബ്ദുള്ള സാഹിബ് ഇന്നലെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, അവിടെ നിസ്കരിച്ചു, ജുമുഅ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ യാത്ര പോകുന്നുണ്ട് നാട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സ കാണാനൊക്കെ. മുമ്പ് പോയവർ, ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അള്ളാഹുവിന്റെ യാത്രകൾ എളുപ്പാക്കി കൊടുക്കട്ടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുക്കും. ഇവിടെയാണെന്ന് അഭിപ്രായമുണ്ട്, അല്ലാതെ ഇപ്പുറത്താണെന്ന് അഭിപ്രായമുണ്ട്. കൃത്യമായൊരു ഉറപ്പില്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന്, അറിയില്ലെന്നാണ്. നമുക്ക് ഏകദേശം ഇവിടെ ആയിരിക്കുമെന്ന ധാരണയിൽ അവരുടെ മഖാം, അവരുടെ ആ ഒരു മഹത്വം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്നല്ലാതെ അത് ഇന്ന സ്ഥലത്താണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ജൂതന്മാർ മൂസ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവരാണ്. അവരുടെ നേതാവ്, അന്ന് അവർ വിളിക്കുന്ന നമ്മുടെ നേതാവ് കൂടിയാണ് മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അവർക്കറിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണെന്ന ക്രിസ്ത്യാനികൾ പറയാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വല്ലതും ഭൂമിയിലുണ്ടോ? ഈസാ നബി ആകാശ ലോകത്തല്ലേ? ഭൂമിയിലില്ല. 3 സെമിറ്റിക് മതങ്ങളാണ് ലോകത്തുള്ളത്: ഇസ്ലാം, ജുഡായിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം എല്ലാ മുസ്ലിമീങ്ങളായിരുന്നു. മൂസ നബിയും ഈസാ നബിയും മുസ്ലിമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 മതങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റേതല്ലാതെ മറ്റൊന്നും ലോകത്ത് കൃത്യമായി ഇവിടെയാണെന്ന് പറയാൻ ജൂതന്മാർക്കും കഴിയില്ല, ക്രിസ്ത്യാനികൾക്കും കഴിയില്ല. അത് ഉമ്മത്ത് മുഹമ്മദിയുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എവിടെയാണ്, തങ്ങൾ എവിടെയാണ് വഫാത്തായി കിടക്കുന്നത് 110% അത് ഉറപ്പാണ്, അത് സംശയമില്ലാത്ത വിഷയം. അൽഹംദുലില്ലാഹ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയുടെ മഹാത്ഭുതങ്ങൾ പഠിപ്പിച്ചു തരാൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, ആ ബുറാക്കിന്റെ കയർ കൊണ്ട് പാറയിലാണ് കെട്ടിവെച്ചത്. അതിന്ന് ഖുബ്ബത്തു സുഖറ കണ്ടാൽ, അതിന്റെ ഉള്ളിൽ പോയാൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റുമെന്നാണ്. ഖുബ്ബത്തു സുഖറ മസ്ജിദുൽ അഖ്സായുടെ തൊട്ട് മുമ്പിലുള്ള ആ പാറയുടെ മുകളിൽ ഉണ്ടാക്കിയ സ്വർണ്ണ കുടീരമുള്ള ഒരു പള്ളിയാണ്. സ്വർണ്ണ കുടീരമല്ല മസ്ജിദുൽ അഖ്സാക്കുള്ളത്. മസ്ജിദുൽ അഖ്സ ഒരു തരം ഒരു ഗ്രേ, ഡാർക്ക് ഗ്രേ ആണ് മസ്ജിദുൽ അഖ്സായുടെ കുബ്ബയുടെ നിറം. അത് പ്രത്യേകം മനസ്സിലാക്കണം. ആ പള്ളിയാണ് നമ്മുടെ ആദ്യത്തെ ഖിബില. മദീനയിലുണ്ട് മസ്ജിദുൽ ഖിബലതൈൻ. മസ്ജിദുൽ ഖിബലതൈൻ, ആ ഖിബലതൈനിൽ 16 മാസത്തോളം അല്ലെങ്കിൽ 17 മാസത്തോളം റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയുള്ള പള്ളികളിലൊക്കെ മുസ്ലിമീങ്ങൾ ഖിബലയായി
രണ്ടായി നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സായിലേക്ക്, പിന്നെ നേരെ ഓപ്പോസിറ്റ്, നേരെ പിൻവശത്തേക്ക് കഅബയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞ ആ ഒരു നിസ്കാരത്തിൽ 2 ഖിബലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ ഖിബലത്തൈൻ. നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും മസ്ജിദുൽ ഖിബലത്തൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും നേതാവായിരിക്കേണ്ട നബിയാണ്. ഇവരുടെയൊക്കെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പഠിപ്പിക്കാനാ ജൂതന്മാരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ജെറൂസലേമിൽ കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ അള്ളാഹു മക്കയിലേക്ക് കൊണ്ടുവരാമായിരുന്നു, മദീനയിലേക്ക് കൊണ്ടുവരാമായിരുന്നു, അങ്ങോട്ട് പോവാൻ. നബിയെ, നിങ്ങളാണ് ഇവർക്ക് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി ലോകത്തേക്ക് ഇറങ്ങി വന്നാൽ പോലും ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ചെയ്യുന്ന ദഅവത്ത് ഇൻജീൽ കൊണ്ടല്ല, ബൈബിൾ കൊണ്ടല്ല, പിന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഈസാ നബി പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയുടെ റിസാലത്തല്ല പഠിപ്പിക്കുക, റിസാലത്തുൽ മുഹമ്മദിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ റിസാലത്ത് പഠിപ്പിക്കാൻ പോകുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എല്ലാവർക്കും നേതാവാണ് നബിയെ. അങ്ങനെ പഠിപ്പിക്കുവാനായിരുന്നു മസ്ജിദുൽ അഖ്സായിലേക്ക് ഹബീബിനെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര. മഹാനായ അല്ലാമ ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് മനോഹരമായി പറഞ്ഞു. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم مولاي لم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي دائما أبدا على حبيبك خير الخلق كلهم. നബിയെ, അങ്ങ് അല്ലാഹു കൊണ്ടുപോയല്ലോ. അങ്ങ് ഉയർന്നുകൊണ്ടേയിരുന്നുവല്ലോ നബിയെ. ഇലാ അന്നിൽത മൻസിലതൻ, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയെ. മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക വലം തുറമി, ഒരാൾക്കും എത്തിപ്പിടിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയെ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി, ഇരുട്ടിന്റെ ഉള്ളിൽ ചന്ദ്രനെ യാത്ര ചെയ്യിപ്പിച്ച പോലെ നബിയെ ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയില്ലേ നബിയെ. വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി, എല്ലാവരും നബിയെ അങ്ങയെ മുന്തിച്ചുവല്ലോ, അങ്ങയെ ബഹുമാനിച്ചുവല്ലോ, അങ്ങേക്കാണല്ലോ മുൻഗണന നൽകിയത്. ആരാ വന്നിരിക്കുന്നത്? ഇത് ജിബ്രീൽ. ആരെങ്കിലും കൂടെയുണ്ടോ? മുഹമ്മദ് നബിയുണ്ട്. അബ്ഇസ ഇലൈഹി ഖാല നഅം മർഹബൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ ഓരോ ആകാശത്തെ വെച്ച്, ഒന്നാം ആകാശത്ത് കണ്ടിട്ടുണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ, 2ലും 3ലും 4ലുമായി മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, 5ലും 6ലും 7ലും മായി മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഒരുപാട് അമ്പിയാക്കന്മാർ എല്ലാവരും മർഹബൻ ബിബിനി മർഹബൻ ബി മുഹമ്മദിൻ, എന്റെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദം നബി വിളിച്ചിട്ടുണ്ട് എന്റെ മോനെ നിങ്ങൾക്ക് സ്വാഗതം. ബാക്കിയുള്ളവരൊക്കെ മർഹബൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അങ്ങേക്ക് സ്വാഗതം. കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച ത്വായിഫുകാരിൽ നിന്ന് ഏറ്റ പ്രയാസത്തിന് അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും മധുരമുള്ള ഒരു പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. എല്ലാവരും സ്വീകരിക്കാൻ നബിയെ. അങ്ങനെ സ്വീകരിച്ച് ഫീ മൗകിബിൻ കുൻത ഫീഹി സാഹിബൽ അലമി, ആ യാത്രാ സംഘത്തിന്റെ കൊടി പിടിച്ചത് നേതാവ് അങ്ങായിരുന്നുവല്ലോ നബിയെ. അങ്ങനെ ആകാശ ലോകത്തുകൂടെ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയല്ലോ. ഇലാ അന്നിൽത മൻസിലതൻ അഖ്തറേ शाम की आती है फलक से आवाज, अख्तरे शाम की आती है फलक से आवाज,
आवाज सजद करती है जिसे सहर वो है आज की रात रहे एक गाम है हिम्मत के लिए अर्शे बरीन कह रही है ये मुसलमान से मिअराज की रात ഇഖ്ബാലിന്റെ വരികളിൽ അദ്ദേഹം ഈ രാവിന്റെ മഹത്വത്തെ എഴുതി കാണിക്കുന്നത് അങ്ങനെയാണ് അഖ്തറേ ഷാം കി ആചി ഹെ ഫലക് സേ ആവാസ് ആകാശ ലോകത്തെ ചക്രവാള സീമകളിലെ നക്ഷത്രങ്ങൾ മുഴുവനും ആനന്ദ നൃത്തമാടിയ രാത്രിയാണത് സജദ കർത്തി ഹെ ജിസേ സഹർ വോ ഹേ രാജ് ആജ് കി രാത് ഈ രാവിന്റെ ഇരുട്ടിലൂടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങിയ യാത്ര മസ്ജിദുൽ അഖ്സായിലെ ഖുബ്ബത്തു സുഹ്റയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് പോകുന്ന യാത്രയിൽ നക്ഷത്രഗോളങ്ങൾ ആനന്ദ നൃത്തമാടിയല്ലോ സജദ കർത്തി ഹെ ജിസേ സഹർ വോ ഹേ ആജ് കി രാത് നാളെ വരാൻ പോകുന്ന പകലിന് തൊട്ട് മുമ്പത്തെ രാവ് ഏത് രാവാണോ പകലിന് സുജൂദ് ചെയ്യുന്നത് ആ രാവാണ് മിഅ്റാജിന്റെ രാവ് രഹേ ഏക് ഗാം ഹേ ഹിമ്മത് കേ ലിയേ അർശേ ബരീൻ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹുവിനോട് അടിയുറച്ച വിശ്വാസവും ഖൽബിൽ സ്നേഹവും ഉണ്ടെങ്കിൽ രഹേ ഏക് ഗാം ഒരു കാൽവെപ്പ് എടുത്തു വെക്കേണ്ട അത്രയേ ദൂരമുള്ളൂ അർശേ ബരീൻ അല്ലാഹുവിന്റെ അർശിലേക്ക് എത്താൻ അത്ര ദൂരം വേണ്ടൂ ഖൽബിൽ ഈമാൻ ഉള്ളവർക്ക് അല്ലാഹുവിലേക്ക് എത്താൻ ഒരു കാലെടുത്ത് വെക്കേണ്ട ദൂരമേ ഉള്ളൂ കഹ് രഹി ഹേ യേ മുസൽമാൻ സേ മിഅ്റാജ് കി രാത് മിഅ്റാജിന്റെ രാവ് മുസ്ലിമിനോട് പറയുന്നത് ഈ ആശയമാണ് നിനക്ക് അല്ലാഹനെ വേണോ അല്ലാഹു നിന്റെ അരികത്തുണ്ട് മൻ അതാനി യംശി ഖല്ലാന വേണോ അല്ലാഹു നിന്റെ അരികത്തുണ്ട് മൻ അതാനി യംശി അതൈതുഹു ഹർവല അല്ലാഹു പറയാൻ എൻ്റെ അരികത്തേക്ക് ഒരാൾ നടന്നു വന്നാൽ ഞാൻ അയാളുടെ അടുത്തേക്ക് ഓടി വരും മൻ തഖറബ ഇലയ്യ ശിബ്റൻ ഒരു ചാണ് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഒരു മുഴം അവന്റെ അടുത്തേക്ക് വരും എന്ന് അല്ലാഹു തആല അവന്റെ അബ്ദിലേക്ക് അവരാഗ്രഹിക്കുമ്പോൾ അവരിലേക്ക് അടുത്തു വരുന്ന അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ പോയ യാത്രയിൽ ബഹ്റുൻ നൂർ എന്ന സ്ഥലത്തെത്തി ബഹ്റുൻ നൂർ ആകാശലോകങ്ങൾക്കപ്പുറമാണ് ആകാശലോകം നമുക്കറിയുന്ന വിഷയമാണ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ആകാശം എന്ന് പറയുന്ന ഒരു മണ്ഡലം ഇന്ന് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ലോകമാണ് ആകാശം എന്ന് പറഞ്ഞ എന്താണ് നക്ഷത്രഗോളങ്ങളുടെ അതിരാണ് എല്ലാ നക്ഷത്രങ്ങളും കിടക്കുന്നത് ഒന്നാണ് ആകാശത്തിന്റെ താഴെയാണ് വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് അല്ലാഹു നക്ഷത്രങ്ങളെ വെച്ചിട്ടുള്ളത് അപ്പൊ ഒന്നാം ആകാശം നമ്മൾ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറോ അയോണോസ്ഫിയറോ ഭൂമിയുടെ അന്തരീക്ഷമല്ല നക്ഷത്രലോകങ്ങളുടെ അതിരാണ് നമുക്കതറിയില്ല സയൻസ് പറഞ്ഞ വിഷയം പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം 300,000 അതായത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചാൽ 200 കോടി കൊല്ലം ഭൂമിയിൽ കഴിയുകയും യാത്ര ചെയ്യുന്ന പൈലറ്റിന് 500 കൊല്ലം എടുക്കുകയും ചെയ്യുന്ന ദൂരത്താണ് ഒന്നാം ആകാശം സയൻസ് പറഞ്ഞിട്ട് വലിയൊരു അത്ഭുതമാണ് ഇമാമുന തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനോട് ചോദിച്ചുവല്ലോ സ്വഹാബികളെ നിങ്ങൾക്കറിയുമോ ഒന്നാം ആകാശത്തേക്ക് എത്ര ദൂരമുണ്ട് ഞങ്ങൾക്കറിയില്ല നബിയേ 500 ആം 500 കൊല്ലത്തെ ദൂരമാണ് ഒന്നിന്ന് രണ്ടിലേക്കോ ഞങ്ങൾക്കറിയില്ല നബിയേ അല്ലാഹു റസൂലുഹു അലം അങ്ങേക്കും അല്ലാഹുവിനറിയാം 500 കൊല്ലത്തെ ദൂരമുണ്ട് നബി തങ്ങളുടെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-ന്ന് 3-ലേക്ക് 500 കൊല്ലം 3-ന്ന് 4-ലേക്ക് 500 കൊല്ലം എല്ലാം 500 കൊല്ലങ്ങളാണ് ഇന്ന് സയൻസ് പറയാം മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വെലോസിറ്റി വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗത സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ പോകുന്ന സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ അതുകൊണ്ടാണ് വശംസി സൂര്യനെ തന്നെയാണ് സത്യം അല്ലാഹു വലിയ അത്ഭുതകരമായ സൃഷ്ടിയാണ് സൂര്യൻ വശംസി വദുഹാഹ സൂര്യനെ തന്നെ സത്യം അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം സൂര്യപ്രകാശത്തോളം വെലോസിറ്റി ഉള്ള ഒരു സാധനം ലോകത്ത് കണ്ടെത്തപ്പെട്ടിട്ടില്ല സൂര്യപ്രകാശം സൂര്യന് പുറപ്പെടുന്ന സ്പീഡ് നമ്മുടെ ബൾബിന്റെ പ്രകാശമല്ലേ സൂര്യപ്രകാശം 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ വാച്ച് നോക്കി ഒരു സെക്കൻഡ് നോക്കുമ്പോഴേക്കും 2 സെക്കൻഡ് ആവും അതാണ് ഒരു സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ അങ്ങനെ സൂര്യത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് ഭൂമിയിൽ ആ പ്രകാശം തട്ടണമെങ്കിൽ 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കുന്ന അതാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഒരു സെക്കൻഡിൽ 3 ലക്ഷം സ്പീഡിൽ പ്രകാശം പോന്നാൽ അത് ഭൂമിയിൽ എത്തുമ്പോൾ എത്ര സമയം എടുക്കും 8 മിനിറ്റും 14 സെക്കൻഡും കണക്കൂട്ടിയാൽ മതി ഓരോ സെക്കൻഡും 3 ലക്ഷം വെച്ച് കണക്കൂട്ടിയാൽ സൂര്യനിലേക്കുള്ള ദൂരം മനസ്സിലാവും
അള്ളാഹുവിന്റെ വലിയ അത്ഭുതമാണ്. ആ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂല, പക്ഷേ സഞ്ചരിക്കാൻ പറ്റുമെന്ന് എന്നെങ്കിലും കണ്ടെത്തപ്പെട്ടാൽ അന്ന് പോകുന്ന യാത്രയിൽ പൈലറ്റിന് അനുഭവപ്പെടുന്ന 500 കൊല്ലമാണ്. ഭൂമിയിലിരിക്കുന്ന ആളുകൾക്ക് 200 കോടി കൊല്ലം അനുഭവപ്പെടുന്നതാണ്. ഇവിടെ 200 കോടി കൊല്ലം. അവിടെ എത്തിയിട്ട് ഫോൺ വരില്ല, നാട്ടിലെത്തി എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കൂലേ എന്ന പോലെ ഒന്നാം ആകാശത്തിൽ ഫോൺ കോൾ വരുമ്പോഴേക്കും ഇവിടെ 200 കോടി കൊല്ലം കഴിയേണ്ടി വരും. പക്ഷെ പോകുന്ന പൈലറ്റിന് 500 കൊല്ലേ ആവുള്ളൂ. അത് ആകാശലോകത്തും ഇവിടെയും സമയ വ്യത്യാസമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. സ്പേസിലേക്ക് മേലോട്ട് പോകുന്തോറും സമയം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സയ്യിദുന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അല്ലാഹു കൊണ്ടുപോയി ആകാശത്തേക്ക് ഉയർത്തി. ഈസാ നബി കൊല്ലപ്പെട്ടില്ലല്ലോ. വമാ ഖതലൂഹു വമാ സ്വലബൂഹു. ഈസാ നബി ആരും കൊന്നിട്ടില്ല. ഈസാ നബിയെ ഹി വാസ് നെവർ ബീൻ ക്രൂസിഫൈഡ്. ഈസാ നബി ആരും ക്രൂസിഫിക്ഷന് വിധേയമാക്കിയിട്ടും ഇല്ല. പിന്നെന്ത് ചെയ്തു? വലാകിൻ റഫഅനാ, അല്ലാഹു ഉയർത്തിയിരിക്കുക മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് മേലോട്ട് പോകുമ്പോൾ ഓക്സിജൻ മാസ്കിന്റെ ആവശ്യമുണ്ടോ എന്ന് പിന്നെ ചോദിക്കണ്ട. ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞില്ലേ അല്ലേ, ഇൻ എമർജൻസി ഓക്സിജൻ മാസ്ക് വിൽ ഫ്ലോ ഡൗൺ. നിങ്ങൾ ഈ അടുത്ത് മൂക്കിൽ വെച്ചേക്കണം. അസിസ്റ്റ് യുവർ സെൽഫ് ബിഫോർ അസിസ്റ്റിംഗ് സംബഡി എൽസ് അല്ലേ. ആകാശലോകത്തെ ഈസാ നബിക്ക് നിങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്തവരിൽ ഏറ്റവും വലിയ മഹാൻ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു അവരോടൊപ്പമുണ്ട്. ആ മഅയ്യത്ത് നബിക്ക് കൊടുത്തതാണ് ഇസ്രാഉം മിഅ്റാജും. അല്ലാഹുവിന്റെ ആ ഒരു സാമീപ്യം, അല്ലാഹു കൂടെയുണ്ട് നബിയെ, അങ്ങ് വിഷമിക്കരുത് എന്ന് നബിയെ സമാധാനിപ്പിക്കാൻ അല്ലാഹു കൊണ്ടുപോയതാണ് അൽ ഇസ്രാ വൽ മിഅ്റാജ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ യാത്രയാണ്, നൈറ്റ് ജേർണി. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അസെൻഷൻ, ആകാശത്തേക്കുള്ള ഉയർച്ചയാണ്. മക്കയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിക്കാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാം. ഹറാം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി കാണും. ഒന്ന് നിരോധിക്കപ്പെട്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. മറ്റൊരർത്ഥം വളരെ സീക്രട്ട്, വളരെ മഹത്വമുള്ളത് എന്നാണ്. അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ പള്ളി എന്നാണ് ആ ഹറാമിന്റെ അർത്ഥം. അവിടെ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. ഉദ്ദേശം 1500ഓളം കിലോമീറ്ററുകൾ ദൂരം വരുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് തിരുനബിയെ കൊണ്ടുപോയത് അല്ലാഹു വലിയ മഹോന്നതനാണ്. അല്ലാഹു സുബ്ഹാനയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. സുബ്ഹാനക യാ റബ്ബ് എന്ന് പറയണമെന്നാണ്. സുബ്ഹാന എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്കിടയിൽ സുബ്ഹാന എന്ന് വന്നാൽ സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. അല്ലാഹ് തിരുനബിയെ അല്ലാഹു കൊണ്ടുപോയ ഈ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അന്ന് അറിയപ്പെടുന്നത് ഈലിയ എന്നാണ്. ഇന്നാണ് അൽ ഖുദ്സ് അല്ലെങ്കിൽ ജെറൂസലേം എന്നറിയപ്പെടുന്നു. അന്ന് മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന ആ പള്ളിയുടെ ആ സ്ഥലത്തിന്റെ പേര് ഈലിയ എന്നാണ്. ആ പള്ളി ഉണ്ടാക്കിയത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അവർക്ക് പിറകെ വന്ന അമ്പിയാക്കന്മാർ അവരൊക്കെ പരിപാലിച്ചു പോന്നു. അവിടെയാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ജീവിച്ചു പോയത്. ആ നാട്ടിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മഖാം നിലനിൽക്കുന്ന അവരുടെ മഖ്ബറയുള്ള സ്ഥലത്തിന്റെ പേര് ഖലീൽ എന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീൽ എന്നതിന് ജൂതന്മാരുടെ പേര് ഹിബ്രോൺ എന്നാണ്. അതുകൊണ്ട് ഇന്നറിയപ്പെടുക ഹിബ്രോൺ. ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെയാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം വന്നത്. മൂസ നബി അലൈഹിസ്സലാമിന്റെ അവസാന കാലം ഈജിപ്തിൽ നിന്ന് ജെറൂസലേമിലേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലും നാട് കടന്നിട്ടുണ്ട്. അവരെത്തിച്ചേർന്നത് ഇവിടെയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ അരികത്തേക്കാണ്. അവിടെയാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അവിടെയാണ് ഈസ നബിയെ നോക്കിയ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം വന്നത്. അവിടെ തന്നെയാണ് യഹ്യാ നബി അലൈഹിസ്സലാം വന്നത്. ഇവരൊക്കെ വന്ന ആ ഒരു സ്ഥലം അല്ലദീ ബാറക്നാ ഹൗല, ആ പള്ളിക്ക് ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ചുറ്റും ബറക്കത്തുണ്ടെങ്കിൽ ആ പള്ളിയുടെ ബറക്കത്ത് എത്രയാണ്? അതിന്റെ ചുറ്റും ഇത്രക്കുണ്ടെങ്കിൽ ആ സ്ഥാനത്തിന്റെ മഹത്വം എത്രയാണ്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാറക്നാ ഹൗലഹു എന്ന് പറയാൻ കാരണം. അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് തിരുനബിയെ കൊണ്ടുപോയ റജബ് 27 രാവിലായിരുന്നു ഇത് സംഭവിച്ചതെന്ന് ഉലമാ അഭിപ്രായപ്പെട്ടു. ആ പരിശുദ്ധമായ യാത്രയാണ് നമ്മൾ ഇസ്രാ എന്ന് പറയാം. മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്ത് മനോഹരമായൊരു പാറക്കൂട്ടമുണ്ട്. ആ പാറക്കൂട്ടം അതിന്റെ മുകളിൽ നിന്ന് ഖുബ്ബ വന്നിട്ടുണ്ട്, ഒരു പള്ളിയായിട്ടുണ്ട്. ആ പാറയിലായിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടത് അവിടെയാണ്. ആ പാറയിൽ മുകളിൽ നിന്നാണ് 7 ആകാശങ്ങളിലേക്കുള്ള മിഅ്റാജ് നടന്നത്. ആ സ്ഥലത്ത് ഒന്നുണ്ടാക്കിയ പള്ളിയാണ്, അമവി ഭരണാധികാരികൾ ഉണ്ടാക്കിയ പള്ളിയുടെ പേരാണ് അൽ ഖുബ്ബത്തു സ്വഖ്റ, ഡോം ഓഫ് റോക്ക് എന്നറിയപ്പെടുന്ന പള്ളി. അൽ ഖുബ്ബത്തു സ്വഖ്റ, ഖുബ്ബത്തു സ്വഖ്റ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയുടെ തൊട്ടരികത്താണ്. അവിടെ നിന്ന് ആകാശ ലോകത്തേക്കുള്ള യാത്രയാണ് മിഅ്റാജ്.
ഈ രണ്ട് സംഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാനാണ്. നബി തങ്ങളുടെ ജീവിതം എത്ര മഹത്തരമാണ്. നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് എഴുതി തള്ളുകയോ, നബി തങ്ങൾ കേവലം ഒരു മെസ്സഞ്ചർ ആയിരുന്നു, നമുക്ക് എത്തിച്ചു തരാമെന്ന ആളാണ്, കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ അല്ലല്ലോ മഹത്വം, അത് സ്വീകരിക്കുന്ന ആൾക്കാണല്ലോ എന്ന രീതിയിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇടിച്ചു കാട്ടുന്നവർക്ക് വലിയൊരു ചോദ്യമാണ് പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജും. ആ നബിയെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. നബിയെ കൊണ്ടുപോയത് ശരീരം കൊണ്ടാണ്. ബിഅബ്ദിഹി, റൂഹും ജസദും കൂടുമ്പോഴാണ് അബ്ദ് എന്ന് പറയാം. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, കണ്ടില്ലേ എന്റെ അബ്ദ് നിസ്കരിക്കുമ്പോൾ ആ അബ്ദിനെ നിസ്കരിക്കാൻ സമ്മതിക്കാത്തവനെ നിങ്ങൾ കണ്ടില്ലേ? അബൂജഹലിനെ കുറിച്ച് ചോദ്യം. ആരാ നിസ്കരിക്കുന്നത്? അബ്ദ്. നിസ്കാരം ശരീരം കൊണ്ടും റൂഹും കൊണ്ടുള്ള ജോലിയാണ്. റൂഹും ശരീരത്തിൽ ആത്മാവുള്ളപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുക. അതുകൊണ്ട് അബ്ദ് എന്ന വാക്ക് നബിതങ്ങളുടെ ആ യാത്രയിൽ ശരീരം കൂടെയുണ്ട്. ആത്മീകമായ യാത്ര മാത്രമായിരുന്നില്ല, അതൊരു സ്വപ്നദർശനം മാത്രമായിരുന്നില്ല, അത് കേവലം ആത്മീയമായൊരു യാത്രയായിരുന്നില്ല, ശരീരം കൊണ്ടുള്ള യാത്രയാണെന്ന് പറയാനാ അസ്റാ ബിഅബ്ദിഹി എന്ന് അല്ലാഹു പറഞ്ഞത്. ഇതിലെ മസലകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇസ്റാ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് 40 ദിവസമെടുക്കുന്ന ആ യാത്ര രാത്രിയിലെ ഒരൽപ്പ സമയം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറയുന്ന ഇസ്റാ നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംറുൻ ഖാരിഖുൻ ലിൽ ആദ, മനുഷ്യന്റെ ബുദ്ധിക്കതീതമായത്, മനുഷ്യരെ കൊണ്ട് സാധ്യമല്ലാത്തത്, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് പോലും, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവർ ചെയ്യുന്ന അത്ഭുതങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കാണ് നമ്മൾ കറാമത്ത് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും അള്ളാഹുവിന്റെ അംബിയാഇനും ഔലിയാഇനും, അംബിയാഇന്റെ മുഅ്ജിസത്തും ഔലിയാഇന്റെ കറാമത്തും ഇസ്ബാത്ത് ചെയ്യൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു യാത്ര പോയില്ല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകും ഇസ്റാഇനെ നിഷേധിച്ചു കഴിഞ്ഞാൽ. മിഅ്റാജ് ആകാശയാത്രയാണ്. ആകാശയാത്രയെ ഒരാളെ നിഷേധിച്ചാൽ അയാൾ ഫാസിഖാൻ, കടുത്ത തെമ്മാടിയാണ്, അവൻ വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തത്. പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകോ? പുറത്തുപോകില്ല. എന്റെ കാരണം എന്നറിയോ? മിഅ്റാജിന്റെ വിഷയം അല്ലാഹു ഖുർആനിൽ ഒരു സൂചനകളിലൂടെയാണ് തന്നത്. വ്യക്തമായി ഇസ്രാ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല. അല്ലാഹു സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. സൂറത്തുൻ നജ്മിൽ ثم دنا فتدلى فكان قاب قوسين أو أدنى ما كذب الفؤاد ما رأى لقد رأى من آيات ربه الكبرى. ഈ ആയത്തുകൾ സൂറത്ത് നജ്മിൽ കാണാം. അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ നബിതങ്ങൾ കണ്ടിട്ടുണ്ട്. മാ കദബൽ ഫുആദു മാ റഅ, അവിടുന്ന് കണ്ടത് ആ നബിയുടെ ഹൃദയം ഒരിക്കലും കളവാക്കിയില്ല. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. قاب قوسين أو أدنى ما كذب الفؤاد ما رأى لقد رأى من آيات ربه الكبرى. ഈ ആയത്തുകൾ സൂറത്ത് നജ്മിൽ കാണാം. അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ നബിതങ്ങൾ കണ്ടിട്ടുണ്ട്. മാ കദബൽ ഫുആദു മാ റഅ, അവിടുന്ന് കണ്ടത് ആ നബിയുടെ ഹൃദയം ഒരിക്കലും കളവാക്കിയില്ല. കണ്ടത് ശരി തന്നെ. ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ, അള്ളാഹുവിന്റെ വലിയ അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടല്ലോ. ഇത് പറയുന്നത് അള്ളാഹുവിനെ കണ്ടതാണോ അതല്ല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതാണോ? മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ثم دنا فتدلى فكان قاب قوسين أو أدنى. നബിതങ്ങൾ അത്രക്കുമേൽ ആ സന്നിധാനത്തേക്ക് അടുത്തിരുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം അള്ളാഹുവിന്റെ അരികത്തേക്ക് ഇരുന്നതാണോ അതല്ല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അരികത്തേക്കോ? ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് മിഅ്റാജിനെ നിഷേധിച്ചാൽ കാഫിറല്ല എന്ന് പറയാൻ കാരണം. ഇസ്റാ എന്നത് ഖുർആനിന്റെ സ്വരീഹായ നസ്സാർ വളരെ വ്യക്തമായി വന്ന വിഷയമാണ്. അതിൽ രണ്ടാമതൊരു അഭിപ്രായത്തിന്റെ ചാൻസ് ഇല്ല. അത് സംഭവിച്ചുവെന്ന് ഉറപ്പാണ്. ഇസ്റാ
സംഭവിച്ചു എന്ന് മെഹ്റാജ് സംഭവിച്ചു എന്ന് ഉറപ്പ് തന്നെ. പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു മെഹ്റാജിനെ വ്യംഗ്യമാക്കി വെച്ചു, ഇസ്രായിനെ മാത്രം എന്തുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു? അള്ളാഹ് രണ്ടും ചെയ്യാമായിരുന്നല്ലോ. ഒരു ചോദ്യം വരും അവിടെ. അതിന് മുഫസ്സിരീങ്ങൾ തരുന്ന മറുപടി, ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്രാ. 40 ദിവസമെടുക്കുന്ന യാത്ര രാത്രിയിലെ സെക്കൻഡുകളെ കൊണ്ട് നിബിധങ്ങൾ കടന്നു തീർത്തു എന്ന് പറഞ്ഞത് വ്യക്തമായി അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കൽ നിർബന്ധമാണ്, നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. അത് മനസ്സിലാവുന്ന ഒരാൾ, ഭൂമിയിലെ ഈ യാത്ര അള്ളാഹു ഇങ്ങനെ നിബിധങ്ങൾക്ക് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് പിന്നെ മേറാജ് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? ഭൂമിയിൽ ഇത് നടന്നില്ലേ, പിന്നെ അള്ളാഹുവിന്റെ മലക്കൂത്തിൽ അള്ളാഹുവിന്റെ എന്തായാലും അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോകാൻ കഴിയുമല്ലോ എന്ന് എന്തായാലും അയാൾക്ക് വിശ്വസിക്കാൻ ഇത് മതി. ഇസ്രാ മനസ്സിലായവന് മേറാജ് മനസ്സിലാവും, ഇസ്രാ തിരിയാത്തവന് മേറാജ് തിരിയില്ല. ഇസ്രാ മനസ്സിലായോ, ഉറപ്പിച്ചോ? പിന്നെ അള്ളാഹു ആകാശത്തെ കൊണ്ടുപോയത് എന്തിരിക്കുന്നു? അത് നിഷേധിക്കേണ്ട ആവശ്യം വരില്ല. അള്ളാഹുവിന്റെ ഹബീബിന് ഖുർആൻ എന്ന് പറയുന്ന വലിയൊരു മുഅ്ജിസത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഈ യാത്രയാണ് ഇസ്റാഉം മിഅ്റാജുമാണ്. തിരുനബിയെ കൊണ്ടുപോകുന്ന ആ ഒരു സാഹചര്യം ഓർക്കണം. ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും അത്ഭുതം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക ബിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ فرغت فانصب وإلى ربك فارغب. എത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത്, അത്രമേൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു മിഅ്റാജ് കൊടുക്കുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ബദറിലെയും ഉഹദിലെയും നബിയുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നബിയെ, ഈ ഉഹദിനേക്കാളും പ്രയാസകരമായ ഒരു ജീവിതം, ഒരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട് ആയിഷ, എന്റെ സമൂഹം എന്നെ കല്ലെടുത്തെറിഞ്ഞോടിച്ച സമയം, ത്വായിഫിലേക്ക് ഞാൻ അന്ന് പോയ നേരം അവരെന്നെ കല്ലെടുത്തെറിഞ്ഞത് എനിക്ക് എത്രമേൽ വേദനയുള്ള ഒരു സംഭവമാണ്. ആ സംഭവത്തിന്റെ ഉടനെയാണ് ഇസ്രാ സംഭവിക്കുന്നത്. തിരുനബിയുടെ സംരക്ഷകനായിരുന്ന നബിയുടെ മൂത്താപ്പ പക്ഷേ മുസ്ലിമായില്ലെന്ന് പ്രബലമായ അഭിപ്രായത്തിൽ അബൂ താലിബ് മരണപ്പെട്ട വർഷമാണ് നിബിതങ്ങളെ ഇസ്രാ കൊണ്ടുപോകുന്നത്. നബിയുടെ സഹധർമ്മിണിയും ഒരു മാതൃസ്നേഹം കിട്ടാതെ വളർന്ന നിബിതങ്ങൾക്ക് സംരക്ഷണവും ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിബിതങ്ങളെ സംരക്ഷിച്ചിരുന്ന നിബിതങ്ങളുടെ ഭാര്യ കൂടിയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞ സങ്കടമുള്ള ആ ഒരു വർഷം, ആമുൽ ഹുസ്നി, സങ്കടത്തിന്റെ വർഷം എന്ന് ചരിത്രം പേര് വിളിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബ് മരണപ്പെടുകയും ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുകയും ത്വായിഫുകാർ, നബിയുടെ ഉമ്മയുടെ കുടുംബക്കാർ അവിടെയുണ്ട്, വാപ്പയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്, അവരാരും സ്വീകരിക്കാതെ നബി തങ്ങളെ കല്ലെടുത്തെറിഞ്ഞോടിച്ച അതേ വർഷത്തിലാണ് നബിയെ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരാനുണ്ട്. അള്ളാഹു എന്നും ഒരാൾക്ക് പ്രയാസം കൊടുക്കില്ല. എന്നും പ്രയാസം, എപ്പോഴും രോഗം അങ്ങനെ ഉണ്ടാവില്ല, അള്ളാഹു മാറ്റി കൊടുക്കും. എപ്പോഴും ദാരിദ്ര്യം, പ്രയാസവും കടവും അങ്ങനെ ഉണ്ടാവില്ല, അള്ളാഹു കുറച്ചു കഴിഞ്ഞ് ആശ്വാസം കൊടുക്കും. ഈ സന്ദേശമാണ് ഇസ്റാഉം മിഅ്റാജും. അള്ളാഹുവിന്റെ റസൂലിന് ഭൂമിയിൽ വലിയ പ്രയാസം വന്നപ്പോ ആകാശ ലോകത്തേക്ക് നബിയെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയ യാത്ര. ത്വായിഫ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ നബിയെ വിശ്വസിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ? മനുഷ്യന്മാരങ്ങയെ വിശ്വസിച്ചില്ലല്ലോ നബിയെ, അങ്ങ് വിഷമിക്കണ്ട, എന്റെ ജിന്നുകളുടെ ലോകം അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. അതാണ് മക്കയിൽ മസ്ജിദുൽ ജിന്നുണ്ട്. മസ്ജിദുൽ ജിൻ മക്കയിലെ ഖബർസ്ഥാനിലുള്ള ജന്നത്തുൽ മുഅല്ല, അതിന്റെ തൊട്ട് ബാക്കിൽ മസ്ജിദുൽ ജിന്നുണ്ട്. അവിടെയാണ് നിബിതങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുത്തത്. ആ ക്ലാസ് നടന്നത് നിബിതങ്ങൾ ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ വഅന്നഹു തആലാ ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ. ഈ പരിശുദ്ധമായ വചനങ്ങൾ അവതരിക്കുന്നത് ത്വായിഫിൽ നിന്ന് നിബിതങ്ങൾ തിരിച്ചു വരുമ്പോഴാണ്. നബിയെ, മനുഷ്യരങ്ങയെ കല്ലെറിഞ്ഞ് ഓടിച്ചാലും അവരാരും അങ്ങയെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാലും എന്റെ ജിന്നുകളുടെ ലോകം അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. അതോ എന്റെ മാലാഖമാർ, ഒരു പാപം പോലും ചെയ്യാത്ത മലക്കുകൾ, യഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ.
അള്ളാഹു പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കുന്ന, തിന്മ ചെയ്യാൻ അറിയാത്ത മാലാഖമാരുടെ ലോകമാണ് ആകാശലോകം. അവിടെയുള്ളവർ അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എന്റെ അരികത്തേക്ക് പോരിൻ നബിയെ, ഞാൻ അങ്ങയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങേക്ക് എന്റെ മഅയ്യത്തും സുഹ്ബത്തും ഞാൻ തരാം നബിയെ. എന്റെ ഇവിടെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, അതിന്റെ പരിഹാരം തരാണ് അല്ലാഹു തആല. ഇവിടെ അല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ അല്ലാഹു തആല അതിൽ തിരിച്ചു തരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസത്തിന്റെ ശേഷം രണ്ട് ആശ്വാസം തരുന്ന, ഒരു പ്രയാസം കഴിഞ്ഞാൽ രണ്ട് ആശ്വാസം. ഇതാണ് ഇസ്റാ വൽ മിഅ്റാജ്. ഒരു ഇസ്റാഉം ഒരു മിഅ്റാജും, നബിയെ കൊണ്ടുപോയ ആ ഒരു മഹത്തായ യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഥ പറഞ്ഞു. ആ ചരിത്രം സഹീഹ് ബുഖാരിയിലുണ്ട്, സഹീഹ് മുസ്ലിം, സുനൻ ഇബ്നു മാജയും തിർമിദിയും അബൂ ദാവൂദും നസായിയും ഹാക്കിം തങ്ങൾ മുസ്തദറക്കിലും മഹാൻ അബ്ദുർ റസാഖ് തങ്ങൾ അവരുടെ കിതാബ് മുസന്നഫിലും തുടങ്ങി ഓരോ ഹദീസിന്റെ പണ്ഡിതന്മാരും ദശക്കണക്കിന് റിവായത്തുകളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്റാ വൽ മിഅ്റാജ്. ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിലാണ് നബി തങ്ങൾ ഇരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നബി തങ്ങളുടെ അമ്മായിയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ. അവരുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ്, അന്ന് മക്കയിലാണ്, മദീനത്തേക്ക് പോകുന്നതിന്റെ തൊട്ടുമുമ്പത്തെ വർഷം ഹിജ്റ പോകാനിരിക്കാൻ നബി തങ്ങൾക്ക് ആ ഒരു വിഷമം വന്നു. അപ്പോഴേക്കും മുസ്ലിമീങ്ങൾക്കും നബി തങ്ങൾക്കും ആശ്വാസമായി മദീനക്കാരെ ത്വലഅൽ ബദ്റു അലൈന എന്ന് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക. നബി, നിങ്ങൾക്ക് ഇവിടെ വിഷമമുണ്ടോ? ആശ്വാസം ഞാൻ തരാം. നിങ്ങളെ ആളുകൾ കല്ലെറിഞ്ഞോ ഓടിച്ചോ, എന്റെ മലക്കുകൾ അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ഭൂമിയിലുള്ളവർക്ക് അങ്ങയെ വേണ്ടേ, എന്റെ ആകാശലോകം അങ്ങയെ കാത്തിരിക്കുകയാണ് നബിയെ, ഇങ്ങോട്ട് പോരിൻ എന്ന് പറഞ്ഞ ആ പ്രയാസത്തിന് ശേഷം ആശ്വാസം വന്ന സംഭവം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോ എന്റെ അരികത്ത് മാലാഖമാര് വന്നു. നബിയുടെ ഹൃദയം പിളർന്നു. യാത്ര പോലും ഒരുങ്ങണ്ടേ, ഇവർക്ക് പെട്ടെന്ന് അറിയാം ഒരുങ്ങാന്ന് പറഞ്ഞാൽ പെട്ടിയാക്കണം. നബി തങ്ങൾ ഒരുങ്ങിയത് എങ്ങനെയാണ്? ഈമാൻ വൽ ഹിക്മ, ഈമാനും ഹിക്മത്തും നിറക്കുകയാണ് കൽബിന്റെ ഉള്ളിൽ. യാത്ര പോകണം, അള്ളാഹുവിന്റെ ലോകത്തേക്കുള്ള യാത്രയാണ്. ആ കൽബ്, നബി തങ്ങളുടെ പരിശുദ്ധമായ കൽബ് കഴുകിയിട്ടുണ്ട്. 3 തവണ അത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചത്, കഴുകിയത് ഏത് വെള്ളം കൊണ്ട്? പരിശുദ്ധമായ സംസം കൊണ്ട്. അതാണ് സംസമിന്റെ മഹത്വം. ആ സംസം ഉപയോഗിച്ച് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കൽബ് അള്ളാഹുവിന്റെ മലക്കുകൾ കഴുകി കൊടുത്തത്. ചോര വന്നില്ല, മുറിവുണ്ടായില്ല, ഒരു വേദന നബി തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അത് പൂർവ്വസ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു. നബിയെ കൈറുവിൻ എന്ന പരിശുദ്ധമായ ബുറാഖ് അമ്പിയാക്കന്മാർ അതിന് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ നബി തങ്ങൾക്ക് അന്ന് യാത്ര ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അലങ്കരിക്കപ്പെട്ട പോലെ ഒരു പ്രവാചകനും അത് അലങ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെയുള്ള യാത്രയായിരുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. മസ്ജിദുൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സ അങ്ങനെ പറയേണ്ടത്. അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അള്ളാഹു ആ പള്ളിയിലൊക്കെ പോകാനുള്ള ഭാഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകളൊക്കെ ജോർദാനും സിറിയയും ഒക്കെ യാത്ര പോവാറുണ്ട്. ജെറുസലേമിൽ പോയിട്ടുണ്ട്, പള്ളി നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റസുഖനാ ഫീഹി സ്വലാഹ്, അവിടെ ഒരു നേരത്തെങ്കിലും നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. മനസ്സറിഞ്ഞു നീ ആമീൻ പറഞ്ഞ അള്ളാഹു തൗഫീഖ് തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അവിടുത്തെ ഉമ്മുൽ മുഅ്മിനീൻ, അവിടുത്തെ ഭാര്യമാരോട്, മസ്ജിദുൽ അഖ്സയിൽ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന ഹദീസ് വന്നിട്ടുണ്ട്. അല്ല, 100 നിസ്കാരത്തിന്റെ കൂലിയാണ്, അങ്ങനെയും വന്നിട്ടുണ്ട്. 2 റിവായത്തുകളിലുണ്ട്. അവർ ചോദിച്ചു, നബിയെ, ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹ, നബിയെ, ഞങ്ങൾക്ക് അവിടെ പോവാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഒരുപാട് ദൂരല്ലേ നബിയെ, ഒരുപാട് ദൂരല്ലേ, ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു വിളക്കോ ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയോ നിങ്ങൾ ആ പള്ളിയിലേക്ക് സ്വതക്കയായി കൊണ്ടുകൊടുത്താൽ നിങ്ങൾ അവിടെ ചെന്നതിന്റെ തുല്യമാണത്. ആ പോയതിന്റെ കൂലി നിങ്ങൾക്ക്, ആ പള്ളി സന്ദർശിച്ചതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കും, ആ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ പുണ്യം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സംഭവം കാണാൻ കഴിയും. 100 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് അവിടെ. അള്ളാഹു വെച്ച പേരാണ് അൽ മസ്ജിദുൽ അഖ്സ. അൽ അഖ്സ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ദൂരമുള്ളത് എന്നാണ്. ഏറ്റവും ദൂരമുള്ള പള്ളി. എന്നാൽ കുറച്ചു ദൂരമുള്ളൊരു പള്ളി അതിന് മുമ്പില്ല. ഏറ്റവും ദൂരമുള്ള പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സ, അഖ്സ എന്ന് പറഞ്ഞാൽ ഖസിയ്യ്, അഖ്സ ഏറ്റവും ദൂരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷുകാരെ നമ്മുടെ ഈ ഏരിയക്കൊക്കെ മിഡിൽ ഈസ്റ്റ് എന്ന് പേരിട്ട പോലെ, ഇത് മിഡിൽ ഈസ്റ്റോ, ഇത് സെൻട്രൽ ഈസ്റ്റ് ആണോ, അത് ഫാർ ഈസ്റ്റോ, അത് നിയർ ഈസ്റ്റോ, യൂറോപ്പുകാരനെ നോക്കിയാൽ ഇത് മിഡിൽ ഈസ്റ്റ് ആണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. യൂറോപ്പുകാരുടെ പേരാണത് മിഡിൽ ഈസ്റ്റ്. അവർക്കിത് മിഡിൽ ഈസ്റ്റ് ആണ്. അത് ജപ്പാൻ അവർക്ക് ഫാർ ഈസ്റ്റ് ആണ്. പിന്നെ അവർക്ക് നിയറസ്റ്റ് കൺട്രീസ് ഉണ്ട്. അപ്പോ എന്ന പോലെ
മക്കയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും ദൂരെയുള്ള പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. ഏറ്റവും ദൂരം. അതിന്റെ ഉള്ളിൽ ഒരു സൂചനയുണ്ടെന്ന്, ചെറിയ ദൂരത്ത് വേറൊരു പള്ളി വരാനുണ്ട്. പള്ളി ഏറ്റവും ദൂരം എന്ന് പറയാം. ആ പോകുന്ന വഴിയിൽ ഒരു പള്ളി വരുന്നുണ്ട്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര മദീനയുടെ മുകളിലൂടെയാണ് പോവുക. മദീനയാണ് എന്റെ റൂട്ട്. നിങ്ങൾ നോക്കിക്കോളൂ, മാപ്പിൽ ശരിക്കും കാണും. മക്കയിൽ നിന്ന് ജെറൂസലേം പിടിച്ചാൽ മദീന വഴിയെ ക്രോസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള പള്ളിക്ക് നബിയെ കൊണ്ടുപോകുന്നുണ്ട്, കുറച്ചു ദൂരമുള്ള പള്ളി വേറെ അവിടെ വരാൻ പോകുന്നുണ്ട് എന്ന സൂചന ഈ വാക്കിലുണ്ടെന്ന ആ പള്ളിയായിരുന്നു അൽ മസ്ജിദുൻ നബവി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധ റൗദയുള്ള ആ ഒരു പള്ളി അതവിടെ വരുന്നു എന്ന സൂചനയാണ് അൽ അഖ്സ പള്ളി എന്ന് അല്ലാഹു വിളിക്കാൻ കാരണം. കുറച്ചു ദൂരമുള്ള പള്ളി വേറെ ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിന്റെ പള്ളി. ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാക്കളുടെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചാളുകൾ കൃഷി ചെയ്യുന്നു, ഉടനെ വിളവെടുക്കുന്നു. ഇതെന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ കൊടുത്ത മറുപടിയാണ്, ഹഉലാഇ ശുഹദാ, അല്ലാഹുവിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളാണ് നബിയെ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അങ്ങ് കാണുന്നത്. യാത്ര പോയിട്ട് മസ്ജിദുൽ അഖ്സയിലെത്തി. ആ പള്ളിയിൽ മുൻഗാമികളായ പ്രവാചകന്മാരെ മുഴുവനും അല്ലാഹു തആല ജന്മം കൊടുത്ത് അവിടെ റിസറക്ഷൻ ചെയ്തു എന്നാണ്. അവരൊക്കെ ഹാജരായി ആ പള്ളിയിൽ. അതാണ് ഇതിന്റെ അത്ഭുതം. എല്ലാവരും വന്നു. നിബിതങ്ങൾ 2 റക്അത്ത് ഇമാമായി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഇമാമുൽ അംബിയാ, അങ്ങ് അംബിയാഇൻ ഇമാമാണ് നബിയെ. അൻത സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ഇനി വരാനുള്ളവരും ഇനി കഴിഞ്ഞുപോയവരുടെയും മുഴുവനും എല്ലാവരുടെയും നേതാവാണ് നബി. അങ്ങ് ലീഡ് ചെയ്യണം, അങ്ങാണ് നേതാവെന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കാനായി ഇസ്റാ മിഅ്റാജ് ഉണ്ടായത്. നിബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നബിക്ക് കുടിക്കാൻ കൊടുത്തു 2 പാനീയം. ഒന്ന് നബി എടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ഫിത്രത്ത് തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അല്ലാഹു. അതിനാണ് ഫിത്ര എന്ന് പറയാ. അതിന് യോജിച്ചതാണ് അങ്ങ് തിരഞ്ഞെടുത്തത്. കള്ളും മദ്യവും പാലുമാണ് കൊണ്ടുകൊടുത്തത്. ഇഖ്താറൽ ലബന, നബി തങ്ങൾ തിരഞ്ഞെടുത്തത് പാലായിരുന്നു. ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്, മനുഷ്യ ശരീരത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടത്, അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന ഈ ശരീരത്തിന് യോജിച്ചത്, എന്നാൽ തിന്മ വരുത്താത്തത്, അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ളൊരു പാനീയം അങ്ങ് ഇഷ്ടപ്പെട്ടുവല്ലോ നബിയെ. അൽഹംദുലില്ലാഹ്, അങ്ങ് മദ്യമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ലഫസദത്തിൽ ഉമ്മ, ഈ സമൂഹത്തിന് ഫസാദ് സംഭവിക്കുമായിരുന്നേനെ എന്ന ആദ്യത്തെ പാഠം നമ്മുടെ ചെറുപ്പക്കാർക്ക് വിശേഷിച്ച്. കുടിക്കുന്ന പാനീയം, ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണം ഹലാലാവണം, അല്ലാഹുവിന് പുണ്യമുള്ളതാവണം എന്ന് ആദ്യത്തെ പാഠമാണ്. ആകാശലോകത്തേക്ക് കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാവണം എന്ന പാഠം മസ്ജിദുൽ അഖ്സയുടെ നിസ്കാരത്തിന്റെ ഉടനെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് കൊടുത്ത പാനീയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കാൻ. പാല് കുടിക്കിൻ, നിങ്ങൾ മദ്യം കുടിക്കല്ലേ. അല്ലാഹു തആല ഇൻടോക്സിക്കൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പാനീയങ്ങൾ ഇവിടെ കുടിക്കാൻ പാടില്ലാത്തത്. എന്നാൽ ആയിരക്കണക്കിന് പാനീയങ്ങൾ ഹലാൽ. നിങ്ങൾ ഹലാൽ സ്വീകരിക്കണം, ഹലാൽ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ത് കടക്കുന്നുവോ അതാണ് നിങ്ങളുടെ ശരീരം രൂപപ്പെടുത്തുന്നത്, അതാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നിങ്ങളുടെ ചിന്തകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം ഹലാലാവണമെന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു നമുക്ക് ഹലാൽ നൽകുമാറാകട്ടെ. ഹറാമായ ഒരു പാനീയമോ ഭക്ഷണമോ നമുക്ക് വേണ്ട. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിസ്കാരത്തിന്റെ സന്ദർഭം നബി ഞങ്ങൾ വിശദീകരിച്ചു. ഞാൻ മൂസ നബിയെ കണ്ടു അലൈഹിസ്സലാം. മൂസ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസ്. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വലിഹീങ്ങളായ ആളുകൾ അവർ ഖബറിൽ ഖുർആൻ ഓതുന്ന സംഭവം ഒരുപാട് നമ്മുടെ വചനപ്പൊരുൾ പരിപാടിയിൽ നമ്മുടെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കിടക്കുന്നതും ഓതുന്ന കേൾവിയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിച്ച സംഭവങ്ങൾ മഹാനായ ഇബ്നു അബി ദുനിയ അവരുടെ മനാമാത്തിലും മറ്റു സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മൂസ നബിയുടെ ഖബർ എനിക്കറിയാം. അൻദൽ കഹീബുൽ അഹ്മർ, മസ്ജിദുൽ അഖ്സയുടെ കുറച്ച് ദൂരെയാണ്. ആ ചുവന്ന കുന്നിന്റെ ചെരുവിൽ, ആ വഴിയുടെ ചെരുവിൽ മൂസ നബിയുടെ ഖബർ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ജെറുസലേമിൽ യാത്ര പോയവരുണ്ടാവും. ചെറുക്കൾ അബ്ദുള്ള സാഹിബ് ഇന്നലെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, അവിടെ നിസ്കരിച്ചു, ജുമാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ യാത്ര പോകുന്നുണ്ട് നാട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സ കാണാനൊക്കെ. മുമ്പ് പോയവര്, ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ യാത്രകൾ ഉറപ്പാക്കി കൊടുക്കട്ടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുക്കും. ഇവിടെയാണെന്ന് അഭിപ്രായമുണ്ട്, അല്ലാതെ ഇപ്പുറത്താണെന്ന് അഭിപ്രായമുണ്ട്. കൃത്യമായൊരു ഉറപ്പില്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഇവിടെയാണെന്ന്, അറിയില്ലെന്നാണ്.
നമുക്ക് ഏകദേശം ഇവിടെ ആയിരിക്കുമെന്ന ധാരണയിൽ അവരുടെ മഖാം, അവരുടെ ഒരു മഹത്വം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്നല്ലാതെ അത് ഇന്ന സ്ഥലത്താണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ജൂതന്മാർ മൂസ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവരാണ്. അവരുടെ നേതാവ്, അന്ന് അവരെ വിളിക്കുന്ന നമ്മുടെ നേതാവ് കൂടിയാണ് മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അവർക്കറിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണെന്ന് ക്രിസ്ത്യാനികൾ പറയാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വല്ലതും ഭൂമിയിലുണ്ടോ? ഈസാ നബി ആകാശ ലോകത്തല്ലേ? ഭൂമിയിലില്ല. 3 സെമിറ്റിക് മതങ്ങളാണ് ലോകത്തുള്ളത്: ഇസ്ലാം, ജുഡായിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം എല്ലാ മുസ്ലിമീങ്ങളായിരുന്നു. മൂസ നബിയും ഈസാ നബിയും മുസ്ലിമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 മതങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റേതല്ലാതെ മറ്റൊന്നും ലോകത്ത് കൃത്യമായി ഇവിടെയാണെന്ന് പറയാൻ ജൂതന്മാർക്കും കഴിയില്ല, ക്രിസ്ത്യാനികൾക്കും കഴിയില്ല. അത് ഉമ്മത്ത് മുഹമ്മദിയുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلوا على النبي محمد